നമസ്കാരം, വെൽക്കം ബാക്ക് ടു സോഷ്യൽ സയൻസ് ക്ലാസ്. ഇന്ന് നമുക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാന സമരങ്ങളായ ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം, അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹം, പൂനെ പാക്ട് തുടങ്ങിയ ഭാഗങ്ങൾ ആണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത്. സാൾട്ട് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് തുടങ്ങിയവ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സുപ്രധാന സമരങ്ങളാണ്. ആദ്യം തന്നെ നമുക്ക് ഉപ്പ് സത്യാഗ്രഹം, സാൾട്ട് സത്യാഗ്രഹം. 1930 ഉപ്പ് സത്യാഗ്രഹം നടന്നത്. ലാഹോറിലെ 1929 ലാഹോറിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ വെച്ച് ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം തുടങ്ങുവാൻ തീരുമാനിച്ചു. ജനവിരുദ്ധമായ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നടപടികളെ തടയുന്നതിന് വേണ്ടിയായിരുന്നു ലംഘിക്കുന്നതിന് വേണ്ടിയായിരുന്നു നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത്. ജനങ്ങൾക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു വസ്തുവാണല്ലോ ഉപ്പ്. ആ ഉപ്പ് ഉണ്ടാക്കുന്നതിന് ബ്രിട്ടീഷ് ഗവൺമെന്റ് നികുതി വർദ്ധിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഉപ്പ് ഒരു സമരായുധമാക്കിക്കൊണ്ട് ഈ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ നിയമലംഘന സമരം ആരംഭിക്കുവാൻ ഗാന്ധിജി തീരുമാനിച്ചു. ഉപ്പിനെ ഒരു സമരായുധമാക്കിക്കൊണ്ട് നിയമലംഘന പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുവാൻ ഗാന്ധിജി തീരുമാനിക്കുകയും സാൾട്ട് ലോ, ഉപ്പ് നിയമം ലംഘിക്കുകയും ചെയ്തു. In 1929, the Congress meeting at Lahore decided to launch civil disobedience movement under the leadership of Gandhiji. The aim of this movement was to disobey the unjust laws passed by British government. The Indians had to pay heavy tax for making salt. Then Gandhiji realized that salt can be used as a weapon for a mass movement. So Gandhiji decided to disobey the salt law. അങ്ങനെ സമര പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഗാന്ധിജി ഇങ്ങനെ ആഹ്വാനം ചെയ്തു: ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എന്റെ ശവശരീരം സമുദ്രത്തിലൊഴുക്കും. Either I shall return with what I want, or float my body in ocean. അങ്ങനെ ഗാന്ധിജിയും 78 അനുയായികളും കൂടി മാർച്ച് 12 1930 ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര പുറപ്പെട്ടു. ഈ യാത്ര ദണ്ഡി യാത്ര എന്നാണ് അറിയപ്പെടുന്നത്. 375 കിലോമീറ്ററോളം കാൽനടയായാണ് അവർ യാത്ര ചെയ്തത്. ഗാന്ധിജിയും 78 അനുയായികളും ഉണ്ടായിരുന്നു. അങ്ങനെ 1930 ഏപ്രിൽ 6 ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഒരു പിടി ഉപ്പ് ശേഖരിച്ചുകൊണ്ട് നിയമലംഘന പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചു. അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു പ്രതീകമായി ഉപ്പ് മാറി. Gandhiji and his 78 followers set out from Sabarmati Ashramam to Dandi beach, walking along 375 kilometers. Then on 6th April 1930, they launched civil disobedience movement with a handful of salt. ദണ്ഡി യാത്രയ്ക്ക് ഗാന്ധിജിയുടെ കൂടെ നമ്മുടെ കേരളത്തിൽ നിന്നും നമ്മുടെ മലയാളികളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ശ്രീ കൃഷ്ണൻ നായർ, രാഘവ പൊതുവാൾ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ തുടങ്ങിയ പ്രമുഖർ ഗാന്ധിജിയോടൊപ്പം ദണ്ഡി കടപ്പുറത്ത് ഉപ്പ് കുറുക്കുന്നതിന്, നിയമലംഘന പ്രക്ഷോഭത്തിന് അദ്ദേഹത്തോടൊപ്പം പോയി. The civil disobedience movement spread all over India. അങ്ങനെ ഇന്ത്യയൊട്ടാകെ നിയമലംഘന പ്രക്ഷോഭം വ്യാപിച്ചു. അതിർത്തി ഗാന്ധി, ഫ്രണ്ടിയർ ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ ഭാഗങ്ങളിലും ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ നേതൃത്വം നൽകി. ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. സരോജിനി നായിഡുവിന്റെ നേതൃത്വത്തിൽ വനിതകളും ഉപ്പ് സത്യാഗ്രഹത്തിന് സജീവമായിരുന്നു.
നമ്മുടെ കേരളത്തിലും ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായി സമരം നടന്നു. കോഴിക്കോട് അതുപോലെ തന്നെ കണ്ണൂരിലുള്ള പയ്യന്നൂരുമെല്ലാം ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായി സമരം നടന്നു. അങ്ങനെ കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് മുഹമ്മദ് അബ്ദുൽ റഹിമാൻ, പി കൃഷ്ണപിള്ള തുടങ്ങിയവരായിരുന്നു. കെ കേളപ്പൻ പയ്യന്നൂര്, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരും ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തു. അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉപ്പു സത്യാഗ്രഹത്തെ അമർച്ച ചെയ്യാൻ തീരുമാനിച്ചു. ഗാന്ധിജി, നെഹ്റു, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ ആയിരക്കണക്കിന് നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ ഉപ്പു സത്യാഗ്രഹത്തെയും ബ്രിട്ടീഷുകാർ ക്രൂരമായി അടിച്ചമർത്തി. ഇതുപോലെ തന്നെ നാഗാലാൻഡ്, മണിപ്പൂർ തുടങ്ങിയ ഭാഗങ്ങളിലും ഉപ്പു സത്യാഗ്രഹ സമരങ്ങൾ നടന്നിരുന്നു. 13-ാം വയസ്സിൽ തന്റെ 13-ാം വയസ്സിൽ നിയമലംഘന സമരങ്ങളിൽ ആകൃഷ്ടയായ റാണി ഗൈഡിലും സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. അവരുടെ പ്രവർത്തനം കണ്ട് ജവഹർലാൽ നെഹ്റു ആ കുട്ടിയെ ക്യൂൻ ഓഫ് നാഗ, നാഗമാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ചു. ഗുരുവായൂർ സത്യാഗ്രഹ 1931. സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ അയിത്തോച്ചാടനം, ആരാധനാ സ്വാതന്ത്ര്യം നേടിയെടുക്കൽ എന്നിവ കൂടി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി മാറി. കേരളത്തിൽ നടന്ന അത്തരമൊരു സമരമായിരുന്നു 1931 ഗുരുവായൂർ സത്യാഗ്രഹം. വിശ്വാസികളായ അവർണർക്ക് നമ്മുടെ നാട്ടിലെ പല ക്ഷേത്രങ്ങളിലും പ്രവേശിക്കുന്നതിന് അവകാശം ഉണ്ടായിരുന്നില്ല. ക്ഷേത്രത്തിൽ കയറാനുള്ള അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടി 1931 നവംബർ 1 ഗുരുവായൂർ ക്ഷേത്ര നടയിലെ സമരപന്തലിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവായ കെ കേളപ്പൻ ഉപവാസ സമരം ആരംഭിച്ചു. എ കെ ഗോപാലനും പി കൃഷ്ണപിള്ളയും ഉണ്ടായിരുന്നു. എ കെ ഗോപാലനായിരുന്നു ഈ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വോളണ്ടിയർ സംഘത്തിൻ്റെ ക്യാപ്റ്റൻ. മഹാത്മാഗാന്ധി പ്രശ്നത്തിൽ ഇടപെട്ടു. The low-caste people who believed in God were denied entry into most of the temples in the state. In order to obtain right to enter the temple, one of the leaders of national movement, Sri K. Kelappan, started the hunger strike on 1st November 19. Sri A. K. Gopalan and Sri P. Krishnapilla were in front of the agitation. A. K. Gopalan was the captain of volunteer group who took part in the strike. Mahatma Gandhi intervened in the issue. അങ്ങനെ ക്ഷേത്രപ്രവേശന വിളംബരത്തോടുകൂടി 1936 ക്ഷേത്രപ്രവേശന വിളംബരം തിരുവിതാംകൂർ മഹാരാജാവായ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ പ്രഖ്യാപിച്ചതോടുകൂടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശിക്കുന്നതിന് അനുമതി ലഭിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള സത്യാഗ്രഹമാണ് ഇതിന് കാരണമായത്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പിന്തുണ ഈ സമരങ്ങൾക്ക് ഉണ്ടായിരുന്നു. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കുന്നതിന് ഇത് കാരണമായി. അംബേദ്കറും പൂന സന്ധിയും. അംബേദ്കർ ആൻഡ് പൂനെ പാക്ട്. Dr. B.R. Ambedkar was prominent among the leaders who set out to politically empower the depressed classes in India. ഇന്ത്യയിലെ അധസ്ഥിത ജനവിഭാഗങ്ങളെ രാഷ്ട്രീയമായി സംഘടിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖനായിരുന്നു ഡോക്ടർ B.R. അംബേദ്കർ. അധസ്ഥിത വിഭാഗങ്ങളുടെ മോചനം രാഷ്ട്രീയ അധികാര പങ്കാളിത്തത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഇതിനായി അദ്ദേഹം വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്തു. 3 വട്ടമേശ സമ്മേളനങ്ങളിലും അദ്ദേഹം പങ്കെടുത്തു. 1930, 1931, 1932 എന്നീ വർഷങ്ങളിൽ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ബ്രിട്ടീഷ് ഗവൺമെൻറ് സംഘടിപ്പിച്ച 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഒരു വ്യക്തിയാണ് ഡോക്ടർ B.R. അംബേദ്കർ. അദ്ദേഹം അയിത്ത ജാതിക്കാരുടെ സാമൂഹ്യ അവശതകൾ പരിഹരിക്കുന്നതിന് അവരെ രാഷ്ട്രീയ അധികാരത്തിൽ പങ്കാളികളാക്കണമെന്ന് അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു. He recognized that the liberation of the depressed classes can be made possible only through their participation in administration. രാഷ്ട്രീയ ഭരണത്തിൽ അവർക്ക് അധികാരം കൊടുത്തെങ്കിൽ മാത്രമേ അധസ്ഥിതരെ
മുന്നോട്ട് കൊണ്ടുവരാൻ അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ എന്നാണ് ഇദ്ദേഹം വാദിച്ചത്. ഹി പാർട്ടിസിപ്പേറ്റഡ് ഓൾ റൗണ്ട് ടേബിൾ കോൺഫറൻസസ്, then urged the British government to involve the depressed classes in administration as a remedy to their social backwardness. അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെൻറ് അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ സംവരണം ചെയ്യാൻ തീരുമാനിച്ചു. ഈ പ്രത്യേക നിയോജക മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയും വോട്ടർമാരും അധസ്ഥിത വിഭാഗത്തിൽ പെട്ടവരായിരിക്കണം എന്ന വ്യവസ്ഥയായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഈ നിയോജക മണ്ഡല സംവരണ നയത്തോട് ഗാന്ധിജി എതിർപ്പ് പ്രകടിപ്പിച്ചു. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ സംവരണ നയത്തിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി ഉപവാസ സമരവും ആരംഭിച്ചു. അങ്ങനെ ഗാന്ധിജിയും അംബേദ്കറും 1932 പൂന സന്ധി അതിൽ ഒപ്പുവെച്ചു. പൂന സന്ധിയിൽ ഒപ്പുവെക്കുന്നതിന് കാരണം ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ കൂടിക്കാഴ്ച നടന്നിരുന്നു. പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഉപേക്ഷിക്കുവാനും സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ച് അധസ്ഥിതരുടെ ഡിപ്രസ്ഡ് ക്ലാസസിൻ്റെ രാഷ്ട്രീയ പ്രശ്നം പരിഹരിക്കുവാനും തീരുമാനമായി. ഇതിനെയാണ് പൂന സന്ധി എന്ന് വിളിക്കുന്നത്. 1932 പൂന സന്ധിയിൽ ഒപ്പുവെച്ചത്. അപ്പോൾ 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിലും 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയാണ് ഡോക്ടർ BR അംബേദ്കർ. ഗാന്ധിജി 2ാമത്തെ റൗണ്ട് ടേബിൾ കോൺഫറൻസിലാണ്, 2ാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് പങ്കെടുത്തത്. അപ്പോൾ എന്താണ് പൂന സന്ധി എന്ന് ഒന്നും കൂടി പറയാം. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡിസൈഡഡ് ടു റിസർവ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ടു ദ ഡിപ്രസ്ഡ് ക്ലാസസ്. ഗാന്ധിജി സ്ട്രോങ്ലി ഒപ്പോസ് ദ ഐഡിയ of separate electorate for depressed classes. Gandhiji decided to protest by fasting until death. Then Gandhiji and Ambedkar met and reached a consensus to give up the separate electorates and to increase the number of reserved electorate for depressed classes in the legislature. This agreement in 1932 is known as Pune Pact. അപ്പോൾ പൂനെ പാക്ട് അംബേദ്കറും ഗാന്ധിജിയും കൂടിയാണ് പൂനെ സന്ധിയിൽ ഒപ്പുവെച്ചത്. ക്വിറ്റ് ഇന്ത്യ സമരം 1942 ക്വിറ്റ് ഇന്ത്യ സമരം, ദ അൾട്ടിമേറ്റ് സ്ട്രഗിൾ ഫോർ ഫ്രീഡം, ഒരു ബഹുജന സമരമായിരുന്നു. ഇന്ത്യയിൽ നടന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി നടന്ന മാസ് മൂവ്മെന്റ് തന്നെയായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. ദി കോൺഗ്രസ് സെക്ഷൻ held at Bombay was decided to launch Quit India movement on 8 August 1942. The session demanded the British to hand over all administrative powers to Indians and quit India. ഇന്ത്യ വിട്ടു പോവുക എന്നാണ് ബ്രിട്ടീഷുകാരോട് ഇന്ത്യക്കാർ ഡിമാൻഡ് ചെയ്തത്. ബോംബെയിൽ 1942 ഓഗസ്റ്റ് 8 നടന്ന കോൺഗ്രസിന്റെ മീറ്റിംഗിലാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ആഹ്വാനം ചെയ്തത്. ബ്രിട്ടീഷുകാരോട് എല്ലാ ഭരണവും ഇന്ത്യക്കാർക്ക് വിട്ടുതന്ന് ഇന്ത്യ വിട്ടു പോകണമെന്നായിരുന്നു ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആവശ്യപ്പെട്ടത്. ക്വിറ്റ് ഇന്ത്യ എന്നതായിരുന്നു ഇന്ത്യക്കാരുടെ അല്ലെങ്കിൽ കോൺഗ്രസ് മീറ്റിംഗിലെ പ്രധാന ആവശ്യം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ ആഹ്വാനം ഒന്ന് നോക്കൂ. Here is a mantra, a short one that I give you. You may imprint it on your heart and let every breath of yours give expression to it. The mantra is do or die. We shall either free India or die in the attempt. സ്വാതന്ത്ര്യത്തിൽ കുറഞ്ഞ യാതൊന്നും വേണ്ട. ഇതാ ഒരു മന്ത്രം, കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് നിങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണം. നിങ്ങളുടെ ഓരോ ശ്വാസവും അതിൽ ആവിഷ്കാരം നൽകണം. ആ മന്ത്രം ഇതാണ്: പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നാം ഇന്ത്യയെ സ്വതന്ത്രയാക്കും, അല്ലെങ്കിൽ ആ പരിശ്രമത്തിൽ മരിക്കും. ലീഡേഴ്സ് വർ അറസ്റ്റഡ്. ധാരാളം നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതിൽ പ്രധാനപ്പെട്ട നമ്മുടെ ഗാന്ധിജിയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും അറസ്റ്റ് ചെയ്ത് ജയിലടച്ചത് പൂനെയിലെ ആഗാഖാൻ പാലസിലുള്ള ജയിലിലായിരുന്നു. അവിടെ വെച്ച് കസ്തൂർബ ഗാന്ധി
1944 ഫെബ്രുവരി 22 മരണമടഞ്ഞു. അവരുടെ ശവശരീരം അടക്കം ചെയ്തതും അവിടെ തന്നെയായിരുന്നു. ജയപ്രകാശ് നാരായൺ, അരുണ ആസിഫ് അലി തുടങ്ങിയവർ ഒളിച്ചിരുന്നു കൊണ്ടും മറഞ്ഞിരുന്നു കൊണ്ടും ഈ സമരങ്ങൾക്ക് നേതൃത്വം നൽകി. അതിനാൽ ഗാന്ധിജി അരുണ ആസിഫ് അലിയെ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് വിശേഷിപ്പിച്ചു. ഗാന്ധിജി described Aruna Asif Ali as quit India, protesting the arrest of leaders, the hartals, countrywide hartals, black days were observed and the processions were organized. Then the protest gradually turned into rebellions. അങ്ങനെ നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഹർത്താലുകൾ, കരിദിനങ്ങൾ തുടങ്ങിയവ ആചരിച്ചു. അങ്ങനെ ഈ സമരം പതുക്കെ കലാപമായി മാറി. റെയിൽവേ സ്റ്റേഷനുകൾ നശിപ്പിച്ചു, തീവണ്ടികൾ കത്തിച്ചു, സർക്കാർ ഓഫീസുകൾ തീയിട്ടു. അതുപോലെ തന്നെ ജോലിക്കാർ, ഫാക്ടറിയിലെ വർക്കേഴ്സ് ബോയ്കോട്ടഡ് ഫ്രം ഫാക്ടറീസ്. സ്റ്റുഡൻസ് ക്വിറ്റ് സ്കൂൾ, കുട്ടികൾ ക്ലാസുകൾ വിട്ട് പുറത്തിറങ്ങി. അതുപോലെ തന്നെ ജോലിക്കാർ, ഫാക്ടറികളിലെ തൊഴിലാളികൾ അവരുടെ ജോലി ബഹിഷ്കരിച്ചു. അങ്ങനെ ക്വിറ്റ് ഇന്ത്യ സമരം ഒരു ബഹുജന സമരമായി മാറി. എന്നാൽ ബ്രിട്ടീഷുകാർ ഈ സമരത്തെയും അടിച്ചമർത്തി. ദി ബ്രിട്ടീഷ് suppressed this movement brutally. കേരളത്തിലും ക്വിറ്റ് ഇന്ത്യ സമര ഭാഗമായി 1942 ആഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി സമരങ്ങൾ നടന്നിരുന്നു. കേരളത്തിലെ നേതാക്കളെയും അറസ്റ്റ് ചെയ്യപ്പെട്ടു. അന്നു മുതൽ ഓഗസ്റ്റ് 9 നാം എല്ലാ വർഷവും ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിച്ചു പോരുന്നു. ഇത്രയും ഭാഗങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ ഇന്ന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിച്ചത്? സാൾട്ട് സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി നടന്ന ദണ്ഡിയാത്രയെ കുറിച്ച് പറഞ്ഞു അല്ലെ. ഗുരുവായൂർ സത്യാഗ്രഹം 1931 ഗുരുവായൂർ സത്യാഗ്രഹം 1936 ക്ഷേത്ര പ്രവേശന വിളംബരത്തോടുകൂടി എല്ലാ ഹിന്ദുക്കൾക്കും കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രവേശിക്കുന്നതിനുള്ള അവകാശം അനുവദിച്ചു കിട്ടി. പൂനെ പാക്ട് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരാണെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അല്ലേ? ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ദെൻ ഇപ്പോ നമ്മൾ പറഞ്ഞ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, ക്വിറ്റ് ഇന്ത്യ സമരം 1942 നടന്ന മറ്റൊരു ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. എങ്കിലും എല്ലാ സമരങ്ങളെയും ബ്രിട്ടീഷ് വളരെ ക്രൂരമായി അടിച്ചമർത്തി. ഇനി ഈ തുടർ പ്രവർത്തനം എല്ലാവരും ചെയ്യണം. നമ്മുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ക്രോണോളജിക്കൽ ഓർഡറിൽ, കാലഗണനാ ക്രമത്തിൽ എഴുതാൻ കൊടുത്തിരിക്കുന്ന ഒരു പ്രവർത്തനമാണ്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രധാന സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിൽ, ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതുക. എല്ലാവരും പാഠപുസ്തകം നന്നായി വായിക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.